ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹാബാക്കൾ പഠിപ്പിച്ച ഇസ്ലാമേതോ, ആ സ്വഹാബികളിൽ നിന്ന് ഇമാമുകൾ പഠിച്ചെടുത്ത ഇസ്ലാമേതോ, ആ ഇമാമുകളിൽ നിന്ന് പിൽക്കാലക്കാരെ പകർത്തിയ ഇസ്ലാമേതാണോ, അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഈ ഇസ്ലാമിനെതിരെ വഹാബികൾ ഉന്നയിച്ച ആദ്യത്തെ വാദം ഏതാണെന്നറിയോ? ആദ്യത്തെ വാദം മുജാഹിദ് പ്രസ്ഥാനം മുസ്ലിം ലോകത്തോട് ഉന്നയിച്ച ആദ്യത്തെ വാദം, അഥവാ അതിന്റെ സ്ഥാപകനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് 1100-കളിൽ സൗദി അറേബ്യയിലെ നജ്ദിന് സമീപം ഉയൈന ഗ്രാമത്തിൽ ജനിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അയാൾ ആദ്യമായി ഉന്നയിച്ച വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ യുസ്തഗാസു ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം ചോദിക്കപ്പെടില്ല എന്ന വാദമാണ് ആദ്യമായി മുജാഹിദുകൾ ഉന്നയിച്ചത്, അല്ലെങ്കിൽ വഹാബികൾ കൊണ്ടുവന്നത്. ഇവിടെയുള്ള മുസ്ലിമീങ്ങളൊക്കെ വിളിക്കും യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുന്നത് തെറ്റാണ്. അങ്ങനെ വിളിക്കുന്നയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന വാദമാണ് ആദ്യമായി വഹാബികൾ ഉന്നയിച്ചത്. അതിൽ പാരമ്പര്യം ആരുടെ കൂടെയാണ്? മുസ്ലിമീങ്ങൾ ആലോചിക്കണം, നമ്മളാ വിളി എവിടെ നിന്ന് കിട്ടിയതാണ്? അഥവാ വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയി നേരിട്ട് വിളിക്കുകയും സങ്കടം പറയുകയും ദുഃഖങ്ങൾ രേഖപ്പെടുത്തുകയും പരിഹാരങ്ങൾ തേടുകയും ചെയ്യുക എന്ന ശൈലി നമുക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? മറ്റെവിടെ നിന്നുമല്ല. ഒന്നാമതായി അത് പഠിപ്പിച്ചു തന്നതാരാണ്? സ്വാഹിബുഹു ഫിൽ ഗാർ വറദീഫുഹു ഫിൽ അസ്ഫാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായി പറഞ്ഞു. വഫാത്തായി കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഓ നബിയേ, അല്ലാഹുവിങ്കലെത്തുമ്പോ ഞങ്ങളെ ഓർക്കണം നബിയേ. ആദ്യം പറഞ്ഞത് സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. അതാണ് നമ്മുടെ കയ്യിലുള്ള പാരമ്പര്യം, അതാണ് നമ്മുടെ കയ്യിലുള്ള ഇസ്ലാം. സിദ്ദീഖുൽ അക്ബർ തങ്ങളല്ലേ അവിടുത്തെ ഈമാൻ ഒരു തട്ടിലും ബാക്കിയുള്ളവരുടെ ഈമാൻ മറുതട്ടിലും വെച്ചാൽ ഏറ്റവും ഭാരമുള്ള ഈമാനിന്റെ ഉടമ.